എന്ത് പ്ലാനിങ്ങോട് കൂടിയാണ് ഇവൻ കൂട് ചാടിയത്? ചെന്നൈയിലെ വണ്ടലൂർ സൂവിൽ നിന്ന് ചാടിപ്പോയ സിംഹം, ശിവകാർത്തികേയൻ മുൻപ് ദത്തെടുത്തിരുന്ന സിംഹം, 5 വയസ്സ് പ്രായമുള്ള ഷെറിയാർ എന്ന ഈ ആൺസിംഹം അതിന്റെ ഷെൽട്ടറിലേക്ക് നൈറ്റ് തിരിച്ചു കയറാതെ മുങ്ങി നടന്നു. 50 ഏക്കറോളമുള്ള സൂവിലെ സ്പേസിൽ സിംഹം ഉണ്ടായിരിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്നു. വിചാരിച്ച പോലെ ഫുഡൊന്നും കിട്ടാത്തതുകൊണ്ടായിരിക്കണം ഷെറിയാർ തിരിച്ചെത്തി തന്റെ പ്ലേസിലേക്ക് തനിയെ 3 ദിവസത്തിന് ശേഷം. അതിപ്പം മൃഗങ്ങളെ ഒരു പൂട്ടിട്ട് വെച്ചാൽ അത് അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കണം എന്ന് നിർബന്ധമില്ല എന്നതിന് ഓർമ്മപ്പെടുത്തലാണിത്. അങ്ങനെ സൂവിലെ മൃഗങ്ങളുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇവരിൽ വെച്ച് ലോകം കണ്ട ഏറ്റവും മികച്ച എസ്കേപ്പ് ആർട്ടിസ്റ്റിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതാണ് കെൻ അലൻ എന്ന ഒറാങ്ങുട്ടാൻ. 1980 കാലിഫോർണിയയിലെ സാന്റിയാഗോ സൂവില് മെയിൻ അട്രാക്ഷൻ ആയിരുന്നു കെൻ അലൻ. വളരെ മാന്യനായ ശാന്തനായ ഒരാളായി എന്തോ ചിന്തിച്ചിരിക്കുകയാണ് എന്ന് തോന്നുമെങ്കിലും ആ മുഖത്ത് ഒളിഞ്ഞിരിക്കുന്നത് കള്ള ലക്ഷണമാണ്. സോറി, ജീനിയസ് ലെവൽ ഇന്റലിജൻസ് ആണ്. കെൻ അലൻ ഫേമസ് ആകുന്നത് അവന്റെ തുടർച്ചയായിട്ടുള്ള കൂടുചാട്ടത്തിലൂടെയാണ്. 1985 ജൂൺ 13 ആദ്യം 12 അടി ഉയരമുള്ള മതിൽ ചാടി പുറത്തു കടന്ന് ഒരു അരമണിക്കൂറോളം സൂവിലേക്ക് വന്ന കാഴ്ചക്കാരെ പോലെ തന്നെ മറ്റു മൃഗങ്ങൾ കൂടിൽ കിടക്കുന്നത് കണ്ടു നടക്കുന്നു കെൻ. അരമണിക്കൂറിന് ശേഷം അവനെ പിടികൂടി വീണ്ടും ഷെൽട്ടറിലേക്ക് ഇടുന്നു. സൂവിലെ ആളുകൾ ചുമരിന്റെ ഉയരവും കൂട്ടി ചുമര് മിനുസമുള്ളതുമാക്കി. പക്ഷെ കെൻ കല്ലുകൾക്കിടയിലുള്ള ഗ്യാപ്പ് കണ്ടെത്തി ആഗസ്റ്റ് മാസത്തിൽ വീണ്ടും ചാടി. കെൻ കാരണം $40,000 അപ്ഗ്രേഡ് ആണ് സൂവിൽ നടത്തേണ്ടി വന്നത്. അടുത്ത കൊല്ലം 1986 കെൻ ജനാലയുടെ ബോൾട്ട് അഴിച്ചു മാറ്റി അതിലൂടെ പുറത്തു കിടക്കുന്നത് കണ്ടപ്പോഴാണ് സൂവിലുള്ളവര് ശരിക്കും ഞെട്ടിയത്. അവർക്ക് മനസ്സിലായി ഈ ഷെൽട്ടറിൽ മെയിൻ്റനൻസ് നടക്കുമ്പോൾ ഈ വിൻഡോ ഓപ്പൺ ആക്കുന്നതും ക്ലോസ് ചെയ്യുന്നതുമെല്ലാം കെൻ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ വിജയകരമായിട്ട് 3ാമതും ഷെൽട്ടർ ചാടി കെൻ. അങ്ങനെ ഷെൽട്ടറിൽ എന്തെങ്കിലും വർക്ക് വരുമ്പോൾ അവിടെ നിന്ന് കെന്നലിനെ ആദ്യം മാറ്റിയതിനു ശേഷം മാത്രമേ അവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നായി. തൊട്ടടുത്ത വർഷം കെന്നിന് കൂട്ടായിട്ട് 2 ഫീമെയിൽ ഒറാങ്ങുട്ടാൻസ് വന്നു. ഒരു വൈരാഗിയെ ഗൃഹസ്ഥനാക്കി മാറ്റാൻ അവളുമാർക്ക് പറ്റും എന്ന് കരുതി. പക്ഷേ കെന്നിന്റെ ഒപ്പം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ 2 ഫീമെയിൽ ഒറാങ്ങുട്ടാൻസും ചുമരിന്റെ ടോപ്പിലെ വയേഴ്സ് ഒക്കെ പിടിച്ചു വലിക്കുന്നത് കണ്ടപ്പോഴാണ് കെന്നിന്റെ ടീം വർക്കും പ്ലാനിങ് സ്കിൽസിനെ കുറിച്ചും എല്ലാവരും മനസ്സിലാക്കുന്നത്. കെൻ അലൻ ഫാൻ ക്ലബ് ഉണ്ടായിരുന്നു, ടീഷർട്സ് ഉണ്ടായിരുന്നു. എന്തിന് കെൻ അലന്റെ ഒഫീഷ്യൽ സോങ് വരെ റിലീസ് ആയിട്ടുണ്ട്. ഒരു 1.5 ബ്രാൻഡ് ഐറ്റമാണ് ഇവൻ. അപ്പോൾ പറഞ്ഞു വന്നത് ചെന്നൈയിൽ ചിലപ്പോൾ സിംഹം ചാടിപ്പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് അതിനുള്ള ഒരു സ്പേസ് ഒരുക്കിയത് കെൻ അലൻ എന്ന ഒറാങ്ങുട്ടാനാണ്.